ഹലോ, ഞങ്ങളിപ്പോൾ ചെറായിലാട്ടുള്ളത്. ചെറായിലിപ്പോൾ അവൻ്റെ മേലത്ത് ഒരു ഉറുമ്പ് വീണതാണ്. അത് നോക്കണ്ട. അപ്പോൾ ചെറായിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പെറ്റ്സിൻ്റെ ദാസ് ടീ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ചെറായി ബീച്ച് റോഡിൽ തന്നെയുള്ളതാണ് കേട്ടോ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എൻട്രൻസിലൊക്കെ ഇങ്ങനെ കുറേ ഫിഷുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അതൊന്നും ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നില്ല, കാരണം ഇതിപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഒരുപാട് പേര് അത് കാണാൻ ആകാംക്ഷയിൽ വരും. അപ്പം എല്ലാവരും ഇവിടെ വരണം. ചെറായി ബീച്ചിൽ വരുമ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചെറായിൽ ഒരുപാട് പേര് വരണത്, പക്ഷെ അവിടെ ബീച്ച് മാത്രമേ ഉള്ളൂ. അതിനനുബന്ധമായിട്ട് വേറെ ഒന്നും അങ്ങനെ കാണാനില്ല. ആളുകൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ടൊരു പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പോൾ അതങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് കണ്ടത്. ഇതാണെങ്കിൽ ഞങ്ങളുടെ പരിചയത്തിലുള്ള രഞ്ജുവേൻ്റെ 2 സുഹൃത്തുക്കൾ കൂടി തുടങ്ങിയിട്ടുള്ളതാണിത്. അത് പക്ഷെ ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞ്. പിന്നെ അവിടെ സ്നേക്കൊക്കെ ഉണ്ട്, നമ്മുടെ അടുത്ത് ഇണങ്ങുന്ന സ്നേക്കുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇത് വലുതാണ്. അപ്പം അവർ പറഞ്ഞു അതിനൊക്കെ എടുത്ത് കയ്യിലൊക്കെ വെച്ചോളാം. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ് പാമ്പ്. അപ്പം അത് കാരണം ഞാൻ അടുത്തേക്ക് പോയില്ല. ഞാൻ രഞ്ജുവേട്ടന് നല്ല ധൈര്യം ഉണ്ടല്ലോ വെച്ചിട്ട് ആളെ വിട്ടതാണ്. പക്ഷെ ആൾ അതിൻ്റെ ഭാഗത്തേക്കേ നോക്കിയില്ല, വീഡിയോ പോലും റെഡിക്ക് എടുത്തില്ല. പക്ഷേ അതൊക്കെ കണ്ടു. പിന്നെ കുറേ പാരറ്റ്സ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നു. ഇതിൽ കാണാൻ ഒരുപാടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ചെറായിൽ വരുമ്പോൾ എന്തായാലും ഒന്ന് വന്നു നോക്കണം. ഇത് പരസ്യമൊന്നും അല്ല കേട്ടോ, ഞാനത് പറഞ്ഞ് കണ്ടതുകൊണ്ട് എനിക്കത് ഇഷ്ടമായപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടെ പറയണമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും വരിക. പിന്നെ നമ്മുടെ ചാനലൊന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യണ കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇവിടെ വെറൈറ്റി എന്ന് പറയാൻ അതിൻ്റെ ഉള്ളിൽ വന്ന് നോക്കണം, അപ്പോഴാണ് കറക്റ്റ് അറിയാം. അപ്പോൾ ഇവിടെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരാൻ എല്ലാ ദിവസവും അവിടെ ഉണ്ടോ. അപ്പോൾ ബീച്ചിൽ വരുന്നവരൊക്കെ ഇവിടെയും കൂടി ഒന്ന് കയറി നോക്കാം കേട്ടോ. ഓക്കെ.